ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ പുതിയ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ തന്നെ ഞാൻ മോളെ 5:45 ആ സമയത്ത് എണീറ്റിട്ട് ഓളെന്നോട് പറഞ്ഞു, എനിക്ക് ചൂടുവെള്ളം എന്തായാലും വേണം, കാരണം മഴയുണ്ട്, തണുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയൊരു കുഞ്ഞു കുടുക്കയിൽ വെള്ളം ചൂടാക്കി, തിളക്കാനൊന്നും നിന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് വെള്ളം ചൂടാക്കി ഓളൊന്ന് പറ്റിച്ച് മാത്രം. അങ്ങനെ അത് ചൂടാക്കലൊക്കെ കഴിഞ്ഞ് ആളെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പതിവ് പോലെ തന്നെ കരിഞ്ജീരക വെള്ളവും അതുപോലെ തന്നെ ഒരു ടീ കേക്കും ആണ് ഇന്ന് കൊടുക്കണത്. നമ്മൾ ഇന്നത്തെ റെഡിയാവലും കാര്യങ്ങളൊക്കെ കിച്ചണിലാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ എണീറ്റിട്ടുണ്ടായിന്. ഓൻ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ റൂമിൽ പോയിട്ട് ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ഓൻ എണീറ്റ് കഴിഞ്ഞാൽ മദ്രസയിലേക്ക് കൊണ്ടുവിടാൻ വിടൂല. അതുപോലെ തന്നെ എടുത്തു നിൽക്കേണ്ടി വരും. ഈ ഒരു സമയമാണ് എനിക്കൊന്ന് റഷ് ഇല്ലാണ്ട് ഒന്ന് സമാധാനത്തിൽ ഇവളെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആ ഒരു ടൈം മോനും കൂടെ എണീച്ച് 8ൻ്റെ പണി കിട്ടും. ഇന്ന് ഞാൻ മുടി വാരിയ സമയത്ത് ഒന്ന് സൈഡിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. ആ രണ്ട് സൈഡിലേക്ക് പാർട്ടീഷൻ എടുത്തത് ലെവലായിട്ടില്ല. പിന്നെ ഞാൻ മാറ്റാൻ നിന്നിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച എനിക്ക് തോന്നുകയാണെങ്കിൽ നല്ല സമാധാനത്തിലായിരുന്നു ഞാൻ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടായത്. പക്ഷേ ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ കുറച്ച് റഷാണ്. അതെന്നോട് റാജിക്ക് ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിബി ആദ്യത്തെ കുറച്ച് ദിവസം എനിക്ക് നല്ല സ്മൂത്ത് ആയിട്ട് തോന്നും, പിന്നെ നീ കുറച്ച് ടൈറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഞാൻ മാറ്റാനൊന്നും നിന്നില്ല. കാരണം 6:30 ആകുമ്പോൾ മദ്രസയിലേക്ക് പോകണമല്ലോ. അങ്ങനെ ആൾ റെഡിയായി. ഞാൻ ഓരോ സാധനം വാങ്ങിയിട്ട് നോക്കി ഇങ്ങനെ ട്രൈ ആക്കി കൊടുക്കൂട്ടോ. ബിസ്ക്കറ്റൊക്കെ എല്ലാ സാധനവും ഒക്കെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ MRAന്ന് ഒരു പീനട്ടിൻ്റെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആളതിങ്ങനെ ടേസ്റ്റ് നോക്കാമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല, കഴിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ ഓളെ റെഡിയാക്കിയതിന് ശേഷം ഇനി മദ്രസയിലേക്ക് കൊണ്ടുവിടലാണ്. പിന്നെ നമ്മൾ രണ്ടാളും റെഡിയായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു 6:25 ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. ഇനി നമുക്ക് മോളെ മദ്രസയിൽ കൊണ്ടുവിട്ട് വന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങളെ കാണാൻ. ഞാൻ ഒരു 6:25 ആകുമ്പോൾ മോളെ കൊണ്ടുവിടും. തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഓള് കുടിച്ചതിൻ്റെ ബാക്കിയില്ല കരിഞ്ജീരക വെള്ളവും കുടിച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കി പണി തുടങ്ങുകയാണ്. ഇന്നത്തെ നമ്മുടെ മെനു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയർ കറിയും അതുപോലെ തന്നെ ക്യാബേജ് വറവും ചെമ്മീൻ പൊരിച്ചതാണ് ഇന്ന് ഉണ്ടാക്കണത്. അപ്പം ഈ ഒരു ക്യാബേജ് വറവും എന്താ പറയുക ചെറുപയർ കറിയൊക്കെ ആൾക്ക് ഇഷ്ടപ്പെടുമെന്നില്ല ഒരു ധാരണയിലാണ് ഞാൻ ചെയ്യണത്. കാരണം ഇങ്ങനത്തെ പരിപ്പ് പയറ് അതൊക്കെയാണ് കൂടുതൽ താല്പര്യം. അപ്പം പിന്നെ അങ്ങനത്തെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ നോർമലി ഈ ഒരു പയർ കറി ഉണ്ടാക്കുന്നത് മുന്നേ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഉണ്ടാക്കലേ ഇല്ല. കാരണം സംഭവം ആ റെസിപ്പിയൊക്കെ ഒന്ന് മറന്നു പോയി. പിന്നെ ഞാൻ വിചാരിച്ച് ഒന്നും കൂടെ ഓർമ്മ വെച്ചിട്ട് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ആദ്യം തന്നെ ഞാൻ ക്യാബേജ് കട്ട് ചെയ്തെടുക്കലാണ്. എനിക്ക് ഈ ഒരു പീലർ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നേണ്ടത്. നല്ല സ്ലൈസായിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടും. അങ്ങനെ കറിക്ക് വേണ്ട സാധനങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്യാബേജ് കട്ട് ചെയ്ത് വെച്ച് അതുപോലെ തന്നെ പയറും വേവിക്കാൻ വേണ്ടി വെച്ച് എല്ലാ സംഭവങ്ങളും സത്യം പറഞ്ഞാൽ ഈ ഒരു രാവിലെ തന്നെ അങ്ങനെ നടന്നു പോകുമ്പം ഒരു സമാധാനമുണ്ട്. ശരിക്കും എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. എനിക്ക് വെറൈറ്റി ഐറ്റംസൊക്കെ ഞാനായിട്ട് ഒന്നും കണ്ടുപിടിക്കില്ല, പക്ഷേ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാനിപ്പോൾ ചിന്തിക്കലുണ്ട്, നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കലൊക്കെ എല്ലാം നമ്മളെ കയ്യെത്തുന്ന രീതിയിൽ നമ്മളതായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സെറ്റാണ്. അങ്ങനെയൊക്കെ തോന്നുന്ന ഒരാളാണ് ഞാൻ. എനിക്കായിട്ട് സ്വന്തമായിട്ടുള്ള ഒരു ഐഡിയയിൽ ഉണ്ടാക്കാനൊന്നുമില്ല, അത്രയില്ല ആ ഒരു കഴിവൊന്നും എനിക്കില്ല. അപ്പോൾ പിന്നെ ഓരോ യൂട്യൂബിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടെത്താത്ത ഓരോ റെസിപ്പീസ് പറഞ്ഞുതരും. അതൊക്കെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ മാഷാഅല്ലാ ടേസ്റ്റ് ഉണ്ടാവലുണ്ട്. അപ്പം അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ നോക്കും. പിന്നെ ഇവർക്കൊന്നും വേണ്ടിയിട്ട് ഇങ്ങനെ പുതുതായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ നോർമലായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ. അതായത് ഇത്താ തന്നോട് പറയും, എപ്പോൾ എനിക്ക് ഇഡ്ഡലിയും ഗീ റോസ്റ്റ് മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടായിക്കൂടെ പറയും. സത്യം പറഞ്ഞാൽ അതാണ് ഇവർക്കിഷ്ടം എന്ന് വിചാരിച്ച് വെറുപ്പിക്കലില്ല. അതിനെ കൊടുത്തതിനെ മടുക്കുമല്ലോ. അപ്പോൾ ഒരാഴ്ചയിൽ ഈ ഒരു ഇഡ്ഡലിയും ഗീ റോസ്റ്റും ഉണ്ടാവും. അതാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ പുട്ടുണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പം പത്തിലുണ്ടാവും. പത്തിലൊക്കെ രാത്രിയിലത്തെ പത്തിലുണ്ടാവും. അല്ലെങ്കിൽ രാത്രി എന്താണോ ഫുഡ് ഉണ്ടായത് അത് തന്നെ രാവിലെ ചൂടാക്കിയിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ
മോള് സ്കൂള് ലീവില്ല ദിവസം ഞാൻ എന്താക്കും വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മളെ സാധനം ഉണ്ടല്ലോ നൂലുപുട്ട് കടലക്കറി പുട്ട് കടലക്കറി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കും. അത് കുറച്ച് അതാപില്ല സംഭവങ്ങളൊക്കെ നമ്മൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാക്കി കഴിഞ്ഞാൽ ഓർക്കും സമാധാനത്തിൽ തിന്നാം, നമുക്കും അത് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാമല്ലോ. നമ്മൾ സംസാരിച്ച് ചെമ്മീൻ ഫ്രൈ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ ചെറുപയർ കറി ഉണ്ടാക്കിയത് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ചെറിയ ജീരകം ഇട്ട് കൊടുക്കും, എന്നിട്ട് നല്ലോണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കും, പിന്നെ വറ്റൽ മുളക്, അതുപോലെ തന്നെ കറിവേപ്പില. ഇതാണ് ഈ ഒരു ചെറുപയർ കറിയുടെ മെയിനായിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ നോർമലി തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് നമ്മൾ ഈ വേവിച്ച ചെറുപയർ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് ഒന്ന് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കണം. ഞാനിവിടെ ചെറുപയർ എനിക്ക് എല്ലാ സാധനവും നല്ലോണം വെന്തിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പം ഈ ഒരു ചെറുപയർ വെന്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ഈ മസാല ഒക്കെ ആക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ വേവിക്കുന്നുണ്ട്. സംഭവം ഇല്ലെങ്കിലുണ്ടല്ല ഇങ്ങനെ വേറെ തന്നെ ഒരു വേറിട്ട് നിൽക്കുന്നതിനാട്ടും എനിക്കിഷ്ടം നല്ലോണം ഉടഞ്ഞതാണ്, അതായിരിക്കും ടേസ്റ്റ് എന്നാണ് എൻ്റെ ഒരു മൈൻഡ്. അപ്പം അങ്ങനെ ഞാനത് വേവിച്ചതിന് ശേഷം വീണ്ടും ചട്ടിയിലേക്ക് തന്നെ മാറ്റാണ്. അപ്പം നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. ആദ്യമൊക്കെ ഞാൻ ഈ കുറച്ച് നാളുകൾ ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു റെസിപ്പി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് അതേ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, അത് മറക്കുന്നത് വരെ ഉണ്ടാവും. എന്ത് സംഭവങ്ങളാണെങ്കിലും സ്പെഷ്യലായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് കുറേ നാളോടും, പിന്നെ അതിൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല. അതുപോലെ ആയിരുന്നു ഈ ഒരു ചെറുപയർ കറി. ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് അടിച്ചുണ്ടാക്കുമായിരുന്നു, ഡെയിലി എന്നല്ല, ഒന്നരാടോ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കറിയില്ലെങ്കിൽ അതുണ്ടാക്കും. അതുപോലെ തന്നെ ഒരു വെണ്ടക്ക കറിയൊക്കെ ഫേമസ് ആയിരുന്നു ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതൊക്കെ ഒരു കാലം ഉണ്ടാക്കലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒന്നും ഒരു അഡ്രസ്സ് ഇല്ല. അതുപോലെ ആയിരുന്നു ഈ ഒരു കറി. അപ്പോൾ പിന്നെ ഞാൻ അധികം ആ ഒരു റെസിപ്പീസൊക്കെ മറന്നു പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റെസിപ്പീസ് ഓർമ്മ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ ഒരു റെസിപ്പി നോക്കി ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ ഞാനത് 100 പ്രാവശ്യം നോക്കും. ഓരോ കറക്റ്റ് അങ്ങനെ എത്ര എന്നുള്ളത് അളവൊക്കെ കറക്റ്റ് എത്ര പ്രാവശ്യം നോക്കുന്നറിയാം. ഉമ്മാക്കൊക്കെ ജസ്റ്റ് നോക്കി ഉമ്മാൻ്റെ മൈൻഡിലവിടെ ക്യാച്ച് ചെയ്ത് വെക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു കഴിവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാനിങ്ങനെ വീടിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും, കുറേ സമയം കണ്ട് പിന്നെ ഓഫ് ചെയ്ത് പിന്നെയും കണ്ട് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പണ്ടേ ഉണ്ടാക്കിയ ആ ഒരു റെസിപ്പി, ആ ഒരു ഓർമ്മയൊക്കെ മറന്നുപോയി. സംഭവം ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് കിട്ടിയതായിരുന്നു എനിക്ക് ഈ ഒരു കറി. പക്ഷേ ഏത് ചാനലാണെന്നൊന്നും ഓർമ്മയില്ല. നല്ല ടേസ്റ്റിലെ കറിയായിരുന്നു. അപ്പം പുട്ടിൻ്റെ കൂടെ ആയാലും എല്ലിൻ്റെ കൂടി നല്ല ടേസ്റ്റാണ്. അങ്ങനെയായിരുന്നു ആ ഒരു സമയത്തൊക്കെ നമ്മൾ കുറേ ഉണ്ടാക്കുമായിരുന്നു. ഉമ്മ ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ ചെറുപയർ ഇങ്ങനെ കണ്ടപ്പോൾ, നീ പണ്ടൊക്കെ ചെറുപയർ കറി ഉണ്ടാക്കാമല്ലോ, ഇപ്പം എന്തുണ്ടാക്കാത്തേന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ആവശ്യം വന്നു, കാരണം മോക്കൊക്കെ ഇങ്ങനെ എരിവില്ലാത്ത കറികളാണ് ഇഷ്ടം. അതുകൊണ്ട് പിന്നെ എന്തായാലും ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തെങ്കിലും ഇങ്ങനത്തെ ധാന്യക്കറികൾ, അതായത് പരിപ്പ് ചെറുപയറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും പൊരിച്ചതുണ്ടെങ്കിൽ ആൾ ഹാപ്പിയാണ്, ഓക്കെയാണ്, അതാണ് ഇഷ്ടം, അത്രേ വേണ്ടൂ. അപ്പം ഞാൻ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കാണ്. നമുക്കിങ്ങനെ ഡെയിലി ചിന്തിക്കണമല്ലോ എന്തുണ്ടാക്കണം എന്നില്ലൊക്കെ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ 2 വർഷം വരെ അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടായിട്ടേ ഇല്ല, പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല, ഫുഡിൻ്റെ കാര്യത്തിൽ ടെൻഷനേ ഉണ്ടായിട്ടാ. പക്ഷെ ഇവിടെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കണമല്ലോ. പിന്നെ ഇവരും കഴിക്കുന്നതാണല്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലിങ്ങനെ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ തൂകി കൊടുക്കുന്നുണ്ട്. നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതാണ് നല്ല ടേസ്റ്റ്, കറിവേപ്പിലയാണ് നല്ല ടേസ്റ്റ് എന്ന് എനിക്ക് പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട് ഈ ഒരു കറിക്ക്. പിന്നെ നമ്മൾ വറ്റൽ മുളകും അതും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കും. അങ്ങനെ ഏകദേശം ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഈ ഒരു ടൈം എന്ന് പറയുന്നത് 7:40 നടക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. ഇതൊക്കെ ആ ഒരു 7:40 ആകുമ്പോഴത്തേക്ക് ഞാൻ എന്താക്കും, ഫോണിൽ അലാറം വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈം വരെ ഒന്ന് മൈൻഡ് ഒരു എന്താ പറയുക 7:15 വരെ ഞാനൊന്ന് സമാധാനത്തിൽ അങ്ങ് ഓടും. പിന്നെ ഒരു ഓട്ടപ്പാച്ചിലാണ് എനിക്ക്. അപ്പോൾ പിന്നെ സമയം ആവാനാകുമ്പോൾ ഒരു ടെൻഷനാണ്. പിന്നെ ഞാൻ എല്ലാ സംഭവങ്ങളും എന്താ പറയുക ഇങ്ങനെ പാത്രത്തിലാക്കി ആ ഒരു ടിഫിൻ ക്ലോത്തിലിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. ഞാൻ എന്നിട്ടും ഈ ഒരു
ഫുഡ് ഉണ്ടാക്കിയ ദിവസം ഞാൻ വാട്ടർ ബോട്ടിൽ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇതുണ്ടാക്കി വന്നപ്പോൾ ടൈം അങ്ങ് പോയി. ആദ്യത്തെ പോലെയല്ല, ആദ്യത്തെ ഒരാഴ്ച നല്ല സുഖമായിട്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ടൈമൊക്കെ കിട്ടിയ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ സമയം അങ്ങ് ഓടാൻ വേണ്ടി തുടങ്ങി. ഞാനും ഓടി ചാടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ആ ഒരു ഇൻട്രസ്റ്റും ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കുറഞ്ഞു വരുമല്ലോ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ റിയാലിറ്റിയിലേക്ക് വരുമല്ലോ. ഇതിന് കണ്ടിന്യൂസ് ഒരു 10 മാസം ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നില്ല ആ ഒരു മൈൻഡിലേക്ക് വരുമ്പോൾ നമ്മൾ മെല്ലെ സ്ലോ ആയി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇന്ന് എന്തായാലും കുറച്ച് റഷായിരുന്നു ആ ഒരു ടൈം. അതുകൊണ്ടാണ് വാട്ടർ ബോട്ടിൽ മിസ്സായി പോയത്. അങ്ങനെ ആ ചോറിന് കുറച്ച് ചോറ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയും നീ ആവശ്യമുള്ളത് കഴിച്ചിട്ട് ബാക്കി അവിടെ വെച്ചോന്ന് പറയും. ഇത് നോർമലി ഇവളുടെ സ്വഭാവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നതിന് മുന്നേ തുടങ്ങും എനിക്ക് വേണ്ടാന്ന് പറയാം. എനിക്കത് ഇഷ്ടമല്ല. ഇത്രയും നമ്മളിങ്ങനെ എന്താക്കി കൊടുത്താലും ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് വേണ്ടാന്ന് പറയും. അതാണ് ഇവരുടെ സ്വഭാവം. അപ്പോൾ പിന്നെ ഞാൻ എപ്പോൾ പറയും. അപ്പം എനിക്ക് ദേഷ്യം പിടിക്കും. കുറച്ച് തിന്ന് കഴിഞ്ഞിട്ട് പറയുന്നതാണെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ മോളെ മതിയാ എന്നാൽ പോട്ടെ എന്ന് പറയാമല്ലോ. ഇത് തുടങ്ങും വേണ്ടിയിട്ട് ഇരിക്കും. ചിലപ്പോൾ ടേസ്റ്റ് വരെ നോക്കിയിട്ടുണ്ടാവില്ല. ആ ഒരു സമയത്ത് പറയും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ കളി കളിക്കാൻ തുടങ്ങും. അപ്പം എനിക്ക് ദേഷ്യം പിടിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ എന്നിട്ട് പറയും നീ ആവശ്യത്തിന് കഴിച്ചിട്ട് ബാക്കി അവിടെ വെച്ചോ എന്ന് പറയും. അങ്ങനെ പറയായിരുന്നു. അപ്പം ഇന്ന് നമ്മുടെ ഈ ഒരു ക്യാബേജ് വറവും ജമീൻ പൊരിച്ചതൊക്കെ കണ്ടപ്പോൾ ആള് ഒന്ന് ഉഷാറാണ്, സെറ്റാണ്, പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ സ്നാക്സിന് ഞാൻ ക്യാരറ്റാണ് കൊടുക്കണത്. അവർക്ക് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പച്ചനെ തിന്നാൻ വേണ്ടിയിട്ട് തന്നെ ക്യാരറ്റ് രണ്ടാളും കഴിക്കും. അപ്പം ഞാൻ കുറച്ചധികം ക്യാരറ്റ് അധികവും നമ്മളിപ്പോൾ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ബിരിയാണിക്കോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ആക്കാനോ എന്തെങ്കിലും ക്യാരറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഡിമാൻഡായിരിക്കും ഇവിടെ. അപ്പം ഞാൻ എന്തായാലും ക്യാരറ്റ് കുറച്ച് ഓഫറൊക്കെ ഉള്ള സമയത്ത് കുറച്ച് ക്യാരറ്റ് വാങ്ങി വെക്കും. ഒന്നും തിന്നാനില്ലെങ്കിൽ ക്യാരറ്റ് ഇങ്ങനെ തൊലി കളഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് കഴിച്ചോളും. അപ്പോൾ നല്ലതാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്തൊക്കെയാണ് എന്നോടിന്ന് പറഞ്ഞേ ഉമ്മ എനിക്ക് ക്യാരറ്റ് മതി പറഞ്ഞപ്പോൾ ഞാൻ ക്യാരറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്ന് സ്നാക്സ് ഉണ്ടായത് ഡ്രാഗൺ ഫ്രൂട്ട് ആയിരുന്നു. അപ്പം ആ ഒരു റെഡ് കളർ കൈക്കൊക്കെ ആയാൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട. പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള കുറച്ച് ഇതെങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ കൊടുക്കാനൊരു മടിയാണ്. കാരണം മറ്റുള്ള കുട്ടികൾ എങ്ങനെയുള്ള ഫ്രൂട്ട്സാണോ എന്താണോ കൊണ്ടുവന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇവരെ കുഞ്ഞു മക്കളല്ല. അപ്പോൾ ചിലപ്പോൾ ചോദിച്ചാൽ കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്കെന്തോ ഫീലാവും. ഞാൻ ഇങ്ങനെ പറയും മോള് കൊടുക്കണം കേട്ടോ, ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കണം എന്നൊക്കെ പറയലുണ്ട്. ഉമ്മ എന്നോട് ചോദിച്ചിട്ടില്ല അങ്ങനെല്ലാം പറയും. എന്നെ ചിലപ്പോൾ അന്ന് റംബൂട്ടാൻ കൊടുത്ത സമയത്ത് ഇങ്ങനെ എന്നോട് ചോദിച്ചില്ല. അപ്പം ഞാൻ തിന്ന് കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് എന്തോ ഒരു സങ്കടവും. അപ്പോൾ അത് റാജിക്കാക്കും വലിയ താല്പര്യമില്ല. ഇങ്ങനെയുള്ളതൊക്കെ വീട്ടിൽ നിന്ന് പിള്ളേർ കഴിച്ചോട്ടെ. അപ്പോൾ വേറെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു ഫീലാവും. അതുകൊണ്ട് പിന്നെ വേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ നമ്മൾ നോർമലായിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കാൻ വെച്ചാൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് വെച്ചാൽ ഞാൻ അന്ന് ഈ ഒരു പോകുന്ന ദിവസം ഞാൻ എന്താക്കി അതൊക്കെ മുറിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ കഴിച്ചോ സ്കൂളിലേക്ക് കൊണ്ടുപോകണ്ട പറഞ്ഞിട്ട് അങ്ങനെ ഞാനത് ബാഗിൽ കൊടുത്തിട്ടില്ല. അപ്പം സംഭവങ്ങളൊക്കെ റെഡിയായി. ആള് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ രണ്ടാളും കൂടെ അവിടുന്ന് പലതും ഒപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിട്ടാണ് കൊടുത്തത്. പിട്ടും ചെറുപയർ കറിയും കൂടെ കൊടുത്തപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ അകത്തൊന്നും പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ ഇവർക്ക് ഈ അച്ചാറൊക്കെ നല്ലോണം തിന്നും. പക്ഷേ ഈ മുളകിട്ട കറിയൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ എരിവ് പറയും. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ മുളകൊന്നും ഇട്ടിട്ടില്ല. വറവിനായാലും കറിക്കായാലും മുളകൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പ്രേരിപ്പിക്കൽ. അപ്പം ഈ കാണുന്ന വ്യൂവേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അങ്ങനെ വണ്ടി വന്നിട്ടുണ്ട്. ഇവിടുന്ന് മോള് മാത്രമേ കയറാനില്ലൂ. അങ്ങനെ ഇവിടുന്ന് വണ്ടിയൊക്കെ വളച്ച് ഇനി പോക്കാണ്. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.